മാത്രമല്ല, മനുഷ്യ ജീവിതത്തിന്റെ സകലമാന തുറകളിലും നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഇപ്പോഴിതാ മൊബൈൽ ഫോൺ പോലെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറാവുന്ന ഒരു AI ഉപകരണം വികസിപ്പിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓപ്പൺ AI കമ്പനി. പരമ്പരാഗത സ്മാർട്ട് ഫോണുകൾക്ക് പകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന AI അധിഷ്ഠിത ഹാർഡ്വെയർ ഉപകരണത്തിനായുള്ള തന്റെ പദ്ധതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പൺ AI CEO സാം ആൾട്ട്മാൻ ആണ്. മുൻ ആപ്പിൾ ഡിസൈൻ മേധാവി ജോണി ഐവുമായി സഹകരിച്ചാണ് പുതിയ ഉപകരണം വികസിപ്പിക്കുന്നത്. 55,850 കോടി രൂപയുടെ ഈ ഇടപെടലിലൂടെ ഉപയോക്താക്കൾ സാങ്കേതിക വിദ്യയുമായി ഇടപഴകുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ആൾട്ട്മാൻ പറയുന്നു. അതേസമയം പണിപ്പുരയിലുള്ള ഈ ഉപകരണം എന്താണെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇവർ പുറത്തുവിട്ടിട്ടില്ല. സങ്കീർണമായ ഉപയോക്തൃ ഇടപെടലുകൾ ലളിതമാക്കുന്നതിന് ജനറേറ്റീവ് AI ഉപയോഗപ്പെടുത്തി നിലവിലുള്ള സ്മാർട്ട് ഫോൺ സോഫ്റ്റ്വെയറിനെ മറികടക്കാൻ സാധ്യതയുള്ള ഒരു ഉപകരണമാകും ഇത്. സ്മാർട്ട് ഫോണോ സ്മാർട്ട് ഗ്ലാസോ പോലുള്ള ഉപകരണമാകില്ല ഇതെന്നും ഓപ്പൺ AI CEO സാം ആൾട്ട്മാൻ സൂചന നൽകുന്നുണ്ട്. ഒരു വർഷത്തിലേറെയായി ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഒരു പ്രോട്ടോടൈപ്പ് തയ്യാറാകാൻ നിരവധി വർഷങ്ങൾ എടുക്കുമെന്നാണ് ആൾട്ട്മാൻ പറയുന്നത്. പരമ്പരാഗത സോഫ്റ്റ്വെയറിനേക്കാൾ ഉപയോക്തൃ സൗഹൃദം മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് നിർമ്മാണം. പരമ്പരാഗത ടൈപ്പിംഗ്, ടച്ച് ഇൻപുട്ടുകൾ എന്നിവയിൽ നിന്ന് മാറി പുതിയ ഉപകരണം വോയിസ് കമാൻഡുകളിലും മറ്റ് ഇന്റർഫേസുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ സമീപനം സാങ്കേതിക വിദ്യയുമായുള്ള ഇടപെടലുകളെ കൂടുതൽ സുഗമവും ഉപയോക്തൃ സൗഹൃദവുമാക്കുമെന്നുറപ്പ്. അതേസമയം ChatGPTയുടെ സൃഷ്ടാവായ ഓപ്പൺ AI ഡീപ് റിസർച്ച് എന്ന പുതിയ AI ഏജന്റിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ChatGPT ഉപയോഗിച്ച് ആഴത്തിലുള്ളതും സങ്കീർണവുമായ ഗവേഷണം നടത്താൻ ഉപയോക്താക്കളെ സഹായിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് കമ്പനിയുടെ അവകാശവാദം. ധനകാര്യം, ശാസ്ത്രം, നയം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ലക്ഷ്യം വെച്ചാണ് ഈ പുതിയ AI ഏജന്റിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.